നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു. അതാണ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ കാത്തലിക് ചർച്ചാണ്. കാത്തലിക് ചർച്ചിന് ഇന്ത്യയിൽ ഒത്തിരി സ്കൂളുകളും പള്ളികളും കോളേജുകളും ഹോസ്പിറ്റലുകളും അങ്ങനെ ഒത്തിരി ലാൻഡ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ശരിക്കും ഈ പറഞ്ഞ കാത്തലിക് ചർച്ചാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ എന്ന ചോദ്യം? എന്താണ് ഇങ്ങനെയുള്ള വാർത്തകളുടെ പിന്നിൽ? ഇത് ഒന്ന് ചിന്തിക്കുവാനിടയെ തുടർന്നു. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കമ്പാരിസൺ നടത്തുകയാണ്, ചില വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുകയാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുക, കാത്തലിക് ചർച്ചാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ ഗവൺമെൻറ്റാണ്, ഇന്ത്യ ഗവൺമെൻറ്റാണ്. അതിനുശേഷം കാത്തലിക് ചർച്ചാണെന്ന് പറയും. ഇനിയും അതേ സെർച്ച് ഒന്ന് മാറ്റിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ വഖഫ് ബോർഡാണോ എന്ന് സെർച്ച് ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ, അതായത് ഗവൺമെൻറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നത്, പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് വഖഫ് ബോർഡാണ് എന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സത്യം? ഈ സെർച്ചുകൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമാകുന്ന ഉത്തരം കിട്ടുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഗൂഗിളിൻ്റെ AI ആണ് നമുക്ക് ഉത്തരം തരുന്നത്. AI വർക്ക് ചെയ്യുന്നത് AIയുടെ കയ്യിലുള്ള ഡേറ്റ കളക്ട് ചെയ്ത് ആ ഡേറ്റയിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്താണ്. അത് ശരിയാകണമെന്നില്ല. AIയുടെ ഒരു ഡേറ്റ എന്താണോ അതാണ് നമ്മളോട് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വഖഫ് ബോർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണറെന്നും അല്ല കാത്തലിക് ചർച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണറെന്നും ഒക്കെ പറയുന്ന ഒത്തിരി ഡേറ്റ അവൈലബിൾ ആയതുകൊണ്ട് ഗൂഗിൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ? ഇതിനെക്കുറിച്ച് വാർത്തകളിൽ വന്ന ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിൽ ഒത്തിരി ലാൻഡ് ഉണ്ടെന്നുള്ളത് ആണ് പ്രാഥമികമായി നമുക്കുള്ള വിവരം. പ്രത്യേകിച്ചും ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ ഉള്ള ലാൻഡ് നമുക്കറിയാമല്ലോ. റെയിൽ പാളങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിൽ വലിയ ഒരു എമൗണ്ട് ലാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ്, ഇന്ത്യയുടെ മിലിറ്ററിയുടെ കയ്യിൽ വലിയ ഒരു ലാൻഡുണ്ട്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ഡിഫൻസും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണേഴ്സാണ്. പക്ഷേ അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ കയ്യിൽ ഒരു വലിയ ലാൻഡ് ഉള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല. വഖഫ് ബോർഡിൻ്റെ കയ്യിലും ഒത്തിരി ലാൻഡ് ഉള്ളത് അത്ഭുതമൊന്നുമില്ല. കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ മുഴുവൻ പല സ്ഥലങ്ങളിൽ അവർക്ക് പള്ളികളുണ്ട്, അവർക്ക് കോളേജുകളുണ്ട്, അവർക്ക് മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഒരു സംഖ്യ ലാൻഡ് അവരുടെ കയ്യിൽ, അവർ വലിയൊരു പ്രോപ്പർട്ടിയുടെ ഹോൾഡറാണെന്ന് മനസ്സിലാക്കുവാനിടയായി തീരും. എന്നാൽ മറ്റു പല സംഘടനകളും മറ്റു പല മതങ്ങളുടെ ട്രസ്റ്റുകളും അവരൊക്കെ ലോക്കലായിട്ട് ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന സംഘടനയെ അറിയപ്പെടുന്നത് കൊണ്ട് ഇന്ത്യ മുഴുവൻ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള സംവിധാനം അവർക്കില്ലാത്തത് കൊണ്ട് അവർക്ക് ആ പട്ടികയിൽ ഇടം പിടിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ ഹിന്ദു ടെമ്പിൾസ് സ്ഥിതി ചെയ്യുന്നിടത്തും വലിയ വലിയ ടെമ്പിളുകൾക്ക് ഏക്കർ കണക്കിന് ലാൻഡുകളുണ്ട്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ട ട്രസ്റ്റോ മറ്റതുപോലുള്ള സംവിധാനങ്ങളുടെയോ മാത്രം പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് ഈ വഖഫ് ബോർഡ് പോലോ കാത്തലിക് ചർച്ച് പോലോ ഒരു ബോഡിയുടെ അണ്ടറിലല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ലിസ്റ്റിലൊന്നും ഈ പറഞ്ഞ മറ്റ് മതങ്ങളുടെ ലാൻഡുകൾക്ക് സ്ഥാനം പിടിക്കുവാൻ കഴിയുന്നില്ല. അത് സിഖ് മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും മറ്റ് ഏത് മതമാണെങ്കിലും ആ മതങ്ങൾക്കൊക്കെ ലാൻഡുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഒരു കേന്ദ്രീകൃതമാകുന്ന സംവിധാനം വഖഫ് ബോർഡ് പോലെയോ കാത്തലിക് ചർച്ച് പോലെയോ അവർക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിന് പിന്നിൽ ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഈ RSSൻ്റെ ഒരു പ്രധാന ഒരു മൗത്ത് പീസാകുന്ന ഓർഗനൈസറിൽ ഒരു വാർത്ത വന്നിരുന്നു. അതായത് കാത്തലിക് ചർച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ എന്ന തരത്തിലുള്ള വാർത്ത വന്നിരുന്നു. ആ വാർത്തയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. കാരണം ആ വാർത്തയുടെ പിന്നിലുള്ള ഉദ്ദേശം, അതായത് അതിന് ഗൂഢമാകുന്ന ഒരു പ്രൊപ്പഗണ്ട ലക്ഷ്യമുണ്ട് എന്ന ആരോപണം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാകുന്ന ഈ രാഹുൽ ഗാന്ധിയൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തത് കൊണ്ട് ഈ കാത്തലിക് ചർച്ചിനെക്കുറിച്ചും വഖഫ് ബോർഡിനെക്കുറിച്ചും ഒക്കെയുള്ള ആ ഒരു ആർട്ടിക്കിൾ, ആ ഒരു പേജ് ഓർഗനൈസർ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അതിനെ പുൾ ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വാർത്തകളുടെ ലക്ഷ്യം കാത്തലിക് ചർച്ച് വലിയൊരു സംഘടനയാണെന്ന് പറയുക എന്നുള്ളതിൽ ക്രിസ്ത്യാനികളായ നമുക്കത് കേൾക്കുമ്പോൾ ഇപ്പോൾ സന്തോഷമൊക്കെ തോന്നാമെങ്കിലും അതിൻ്റെ പിന്നിലൊരു ഗൂഢലക്ഷ്യമുണ്ട്. കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സംഘടനകൾ ഇന്ത്യയിൽ ഇങ്ങനെ
ലാൻഡ് പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ വരുത്താനുള്ള ഒരു ലക്ഷ്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കൗതുകം തരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് കാതലിക് ചർച്ചിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡുകൾക്കോ ഡിഫൻസിനാണെങ്കിലും റെയിൽവേക്കാണെങ്കിലും ഒക്കെ ഒത്തിരി പ്രോപ്പർട്ടി ഉണ്ടാകാനുള്ള കാരണം അവർ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സംഘടനകളാണ്, കേന്ദ്രീകൃതമാണ്. ഓരോ ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുകയല്ല. അവരുടെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ആ പ്രോപ്പർട്ടികളൊക്കെ ആ ഒരു കേന്ദ്രീകൃത സംഘടനയുടെ കീഴിലായതുകൊണ്ട് അതൊന്നിച്ചു കൂടുമ്പോൾ ഒരു വലിയ നമ്പർ നമ്മുടെ മുമ്പിൽ കിട്ടും. അതാണ് ഇങ്ങനെയുള്ള വാർത്തകൾക്കും പിന്നീട് ചില തെറ്റിദ്ധാരണകൾക്കും പിന്നീട് ചില പ്രൊപ്പഗണ്ടകൾക്കും ഒക്കെ കാരണമെന്ന് ആസാദിയുടെ പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം.